നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പലരും പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന പലരും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു ഡെമോക്ലീസിന്റെ വാള് പോലെ ഇങ്ങനെ തലയ്ക്ക് മേളിൽ തൂങ്ങി നിൽക്കുക. കാരണം അവരുടെ ആ ജോലി ചെയ്യുന്ന കാലം മുഴുവൻ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കും. അതിനുശേഷം സേവിങ് ഉണ്ടാവില്ല, റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ടാവില്ല. അപ്പോ ഇനി എന്താന്ന ചോദ്യം, ഒരു മരുന്ന് വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സിനിമയ്ക്ക് പോകണമെങ്കിലും ഒക്കെ പിന്നീട് അവർ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ഈ ആ പോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാണ് ഓസ്ട്രേലിയ? സോ നമ്മളൊക്കെ പണ്ട് കേരളത്തിലുള്ളപ്പോൾ നമ്മൾ ഈ വിദേശി വന്ന് ഇവിടെ പൈസ കണ്ടമാനം സ്പെൻഡ് ചെയ്യുന്ന കാണുമായിരുന്നു. അവരെല്ലാം ഒരു ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. ഇപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ആയിക്കോട്ടെ, ആ വെസ്റ്റേൺ കൺട്രീസെല്ലാം ആയിക്കോട്ടെ, അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ ഏറ്റവും നല്ല സന്തോഷം ലോകരാജ്യങ്ങളിൽ കാണുക എന്നുള്ളത്. അതിനുള്ള നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ PF പോലെ തന്നെ അവിടെ സൂപ്പർ അനുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരു 67 വയസ്സിൽ റിട്ടയർമെൻറ്റ് ആകുമ്പോൾ അത്യാവശ്യം പൈസ രണ്ടുപേരുടെയും റിട്ടയർമെൻറ്റ് സേവിങ്സ് ഉണ്ടാകും. അതിന് ഇൻട്രസ്റ്റ് മാത്രം മതിയായിരിക്കും പലപ്പോഴും ഈ ലോകരാജ്യങ്ങളിൽ കാണാനോ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ക്ഷേമ പദ്ധതികളും പെൻഷൻസും പലതും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സേവിങ് ചെയ്യണം. ജോലി ചെയ്യണമെങ്കിൽ 99 വയസ്സ് വരെ അവിടെ ജോലി ചെയ്യാൻ സാധിക്കും. അവരെ സംബന്ധിച്ചുള്ള അതൊരു ടൈം ഫോർ എക്സ്പ്ലോറിങ് ദ വേൾഡാണ്. അപ്പോൾ 67 വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും, ഇനി മലയാളികളായിക്കോട്ടെ, ഇപ്പോൾ പുതിയൊരു ജനറേഷനാണല്ലോ അവിടെ ഉള്ള, ഇത് സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അവരാണെങ്കിൽ 67 വയസ്സിന് ശേഷം ഇപ്പോൾ 50, 60s വന്ന ആൾക്കാരോടുണ്ട്. അവർ ഇപ്പോഴും കൂടുതലായിട്ട് ലോകരാജ്യങ്ങൾ കണ്ടു നടക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ മാത്രമാണ് ചെയ്യാനുള്ളത്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം, അവരുടെ ഒരു, നമ്മൾ പണ്ടുപോലെ നമ്മുടെ യൗവനം റീസ്റ്റാർട്ട് ചെയ്യുന്നത് 67 ശേഷമാണ് അവിടെ. അപ്പം അതാണ് അവിടെ നടക്കുക.